മാനന്തവാടി നഗരത്തിൽ ഭീതി പരത്തി കാട്ടാന തുടരുകയാണ്. തണ്ണീർക്കൊമ്പൻ എന്ന കാട്ടാനയാണ് ഭീതി വിതച്ചുകൊണ്ട് രാവിലെ മുതൽ മാനന്തവാടി പട്ടണത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ജനവാസ മേഖലയാണ്, അതുകൊണ്ട് തന്നെ ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം ദുഷ്കരമാണ്. ആകെ ആശ്വാസകരമായ ഒരു കാര്യം, ആന വളരെ ശാന്തനായി കാണപ്പെടുന്നു എന്നതാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സുർജിത്ത്, എന്താണ് പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? ആനയെ ഉച്ചയ്ക്ക് ശേഷം മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വനംവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളതാണ്. കുങ്കിയാനകൾ ഉൾപ്പെടെ എത്തിക്കേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ്. കാരണം ഇതിനെ സുഗമമായ രീതിയിൽ എന്തായാലും വനമേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല. അതാണ് വനംവകുപ്പിന് മുന്നിലുള്ള ഏക പ്രതിസന്ധി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ദൗത്യത്തിലേക്ക്, അതായത് മയക്കുവെടി എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കാനുള്ള സാധ്യത, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 25 മീറ്റർ മാത്രം അകലെയാണ് ഈ ആനയുടെ സാന്നിധ്യമുള്ളത്. ഈ പ്രദേശവാസികൾ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം എങ്ങനെയാണ് ഈ ആനയെ അങ്ങോട്ട് കാട്ടിലേക്ക് വിടാൻ പറ്റുന്ന സാഹചര്യം? വിടാൻ അത്ര എളുപ്പമല്ല ഇവിടെ. കാരണം ചുറ്റുഭാഗം അടുത്ത് ഫോറസ്റ്റ് ഇല്ല. ഒരു തലപ്പുഴ ഭാഗത്തേക്കാണ് ഫോറസ്റ്റ് ഉള്ളത്, പിന്നെ തിരുനെല്ലി ഭാഗം അങ്ങോട്ടാണ്. അപ്പോൾ ഇത് ടൗൺ ഏരിയയാണ്, ചുറ്റുഭാഗം ടൗണാണ്. ടൗണിൻ്റെ ഒത്ത നടുക്കാണ്. ഒത്ത നടുക്കാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചൊക്കെ എങ്ങനെയാണ് ആശങ്ക? ഞങ്ങളിപ്പോൾ ഞാൻ രാവിലെ ഇവിടുന്ന് എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കുണ്ട് ടൗണിൽ. അപ്പോൾ പിക്കപ്പിൽ സാധനങ്ങളും പണിക്കാരായിട്ട് വരുമ്പോൾ അവിടെ കോടതി വളപ്പിൻ്റെ അവിടെ ആൾക്കാർ തടിച്ചുകൂടി നോക്കുമ്പോൾ ആന ടൗണിൽ തന്നെ ഏകദേശം റോഡ് സൈഡിൽ തന്നെയാണ്. പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. വയലൻ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഓടുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടുന്ന് നിങ്ങളെ സംബന്ധിച്ചൊക്കെ എങ്ങനെയാണ് ആശങ്ക? നമ്മളെ സംബന്ധിച്ച് നമ്മൾ പായോട് പ്രദേശത്താണ് രാവിലെ ഇത് കാണുന്നത്. അപ്പം എൻ്റെ ഏട്ടത്തിയും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സജീവൻ എന്ന വ്യക്തിയും കൂടി പാല് മേടിക്കാൻ പോയി വരുമ്പോഴാണ് ആനയെ കാണുന്നത്. ഫ്രണ്ടിലെ ആനയോട് മുന്നിൽ പെട്ടു പോകുന്നത്. അതിനോട് മുന്നിൽ പെട്ട് അവർ നിലവിളിച്ച് അടുത്തുള്ള വീട്ടിലേക്ക് ഓടി. അങ്ങനെയാണ് അവരാണ് നമ്മളെ വിളിച്ച് പറയുന്നതും നമ്മളെല്ലാവരെയും വിളിച്ച് പറയുന്നതും. പിന്നെ ആനയുടെ പുറകെ വന്നു. അത് പിന്നെ ആന അവിടെ നിന്ന് ഇറങ്ങി ഈ പാണ്ടിക്കാട് വഴി വന്ന് പുഴയിൽ ചാടി കോടതി പരിസരത്തേക്ക് വരുവാണ് ഉണ്ടായത്. ഈ പോകുന്ന വഴിക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കിയില്ല. ശാന്ത സ്വഭാവം, യാതൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താ? തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ എന്ന് വരും. പുലർച്ചെ സമയത്തൊക്കെ ഇതറിയുന്നില്ലല്ലോ, കാരണം നമ്മളെ പ്രദേശത്ത് വനമേഖലയല്ല. എന്നിട്ട് കൂടി ഈ ആനയുടെ മുന്നിലൊരു പുലർച്ചാരും പെട്ടുപോയിരുന്നെങ്കിൽ അവസ്ഥ വേറെ മറ്റു രീതിയിലായിപ്പോയാണ്. എന്തോ ഭാഗ്യത്തിന് ആരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നില്ല. എത്രയും പെട്ടെന്ന് മയക്കുവെടി വെക്കുകയോ സുരക്ഷിതമായി നിൽക്കണം എന്നാണ് അഭിപ്രായം. ഇവിടെ നിന്ന് അങ്ങനെ സുഗമമായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ആന നിൽക്കുന്ന സ്ഥലം വനമേഖല ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഇവരെ സംബന്ധിച്ചെല്ലാം തന്നെ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ അടുത്തൊന്നും വനമേഖലയില്ല. മാനന്തവാടി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തൊന്നും തന്നെ ഈ വനമേഖല ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എത്ര ദൂരമുണ്ട് ഇവിടുന്ന് വനത്തിലേക്ക്? സാർ, ഇവിടുന്ന് കാട്ടിക്കുളം എത്തണം, വനമേഖല എത്തണം, അല്ലെങ്കിൽ തലപ്പുഴ തൊട്ടടുത്തുള്ള 2 സ്ഥലങ്ങളാണ് ഉള്ളത്. പക്ഷെ ഇവിടെയൊക്കെ എത്തണമെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലും ആൾവാസ കേന്ദ്രമാണ്. മനുഷ്യർ ഒരുപാട് വീടുകളും ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മഴക്കെടി വെച്ചിട്ട് കൊണ്ടുപോക്കേ നടക്കുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ രാത്രിയൊന്നും കൊണ്ടുപോക്ക് നടക്കൂല. കാരണം ജനവാസ കേന്ദ്രങ്ങളാണല്ലോ. പിന്നെ ഇത്ര പറഞ്ഞ 10-12 കിലോമീറ്റർ അകലെയാണ് ഈ പറഞ്ഞ ഫോറസ്റ്റ്, 2 ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട തലപ്പുഴയും അതുപോലെ തന്നെ കാട്ടിക്കുളവും. അപ്പോൾ അവിടത്തേക്ക് ഇങ്ങനെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും ഉപരി മയക്കടി വെക്കുക എന്നുള്ളതാണ് നല്ലത്. മയക്കടി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവങ്ങളും ഇല്ലാതെ നടക്കും. പക്ഷേ ഇതുവരെ ആർക്കും തന്നെ ഒന്നും സംഭവിച്ചില്ല. അത് തന്നെ ഒരു ഭാഗ്യം. കർണാടകത്തിൽ വലിയ കുഴപ്പമുണ്ടാക്കിയ ആനയാണെന്ന് പറയും. ജനുവരി 26 തുറന്നു വിട്ട ആനയാണെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നമുക്ക്. അപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ എത്തി. പക്ഷെ ഇപ്പോൾ ഇവിടെ സുരക്ഷിതമായി നിൽക്കുന്നു. പക്ഷേ ഇതുകൊണ്ട് മഴക്കോട് വെക്കാം ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഒരു മറ്റാളുകൾക്ക് കേടുപാടൊന്നും ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. അപകടമൊന്നും നിലവിൽ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ തീർച്ചയായും ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പരിഭ്രാന്തിയും കാര്യങ്ങളായിട്ട് ജനങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ മയക്കുവെടി വെച്ച് അതിന് വേണ്ട നടപടികൾ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. അങ്ങനെയാണ്. ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഫുള്ള് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. അതെ, ചുറ്റുവട്ടത്ത് മുഴുവൻ ടൗണാണ്. ഇതിനപ്പുറമൊക്കെ ടൗണായിട്ടാണ് വരുന്നത്. നമ്മൾ രാവിലെ ഉണ്ടായിരുന്നത് പായോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ തോട്ടമുണ്ട് അവിടെ, വാഴത്തോട്ടിലാണ് ഇറങ്ങിയെന്നുകൊണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല.
പക്ഷേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എങ്ങനെ മാറ്റണമെന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അത് ഇവിടുന്ന് അതിനെ ഓടിച്ചു കൊണ്ടുപോകാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം ചുറ്റും ജനവാസ മേഖലയാണ്, ടൗണാണ്. ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് മനുഷ്യജീവന് ഹാനികരമാകാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ നാട്ടുകാർ പറയുന്നത്? പ്രത്യേകിച്ച് ഇത് ജനവാസ മേഖലയാണ് മൊത്തമുള്ളത്, നിരവധി കച്ചവട സ്ഥാപനങ്ങളുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയെ എങ്ങനെ സുഗമമായി എത്തിക്കാൻ കഴിയും എന്നുള്ളത് വലിയ പ്രശ്നം തന്നെ, പ്രതിസന്ധി തന്നെയാണ് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ളത്. എന്തായാലും മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം നമ്മോട് സംസാരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു മാധ്യമത്തിന് അഭിമുഖം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം വിശദമായി എന്താണ് ഇനി ചെയ്യാൻ പോകുന്ന നടപടിക്രമങ്ങൾ എന്നുള്ളത് അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആളുകൾ ധാരാളമായി ഇവിടെ തടിച്ച് കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം, മാത്രമല്ല ഈ ആന ഇവിടെ തുടരുന്ന ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ ഇനി എന്താകും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇവിടെയുള്ള ആൾ തന്നെയല്ലേ? ജനവാസ മേഖലയല്ലേ ഈ പ്രദേശം? ജനവാസ മേഖലയാണ്. നടക്കാണ്. ഭയങ്കര ആശങ്കയാണ്. ടൗണിന്റെ ശരി, മാനന്തവാടിയിൽ ഇപ്പോഴും നാട്ടുകാർ ആശങ്കയിലാണ്. അവരുടെ പ്രതികരണമാണ് സുർജിത്ത് അയ്യപ്പത്ത് തേടിക്കൊണ്ടിരിക്കുന്നത്.